പ്രിയ, ബാന ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? വല്ല അറിയോ എന്നെ കുറിച്ച്? നമ്മളിപ്പോ ഒരു സ്വർഗത്തിലേക്കാണ് പോകുന്നത്. Hi guys, good morning. Welcome to our new vlog. Just last 2 days in Vietnam ആണ്. What a trip it has been. ഇത്രയധികം ഞാൻ ജപ്പാൻ അല്ലാതെ വേറെ ഒരു രാജ്യത്തും എനിക്ക്, ജപ്പാനും ചൈനയും അല്ലാതെ വേറെ ഒരു രാജ്യത്തും എനിക്ക് തിരിച്ച് ഇത്രയധികം പോകണമെന്ന് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നോട്ട് ഈവൻ തായ്ലൻഡ്, ബാങ്കോക്ക്. ഇറ്റ്സ് സച്ച് an amazing trip. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇടുന്നതായിരിക്കും. സോ ലാസ്റ്റ് 2 ഡേയ്സിൽ നമ്മൾ നമ്മുടെ ആൾക്കാരെ ഡിസൈർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്, ബാന ഹിൽസ്. പ്രിയ, ഞാൻ ഇവിടെ പോയപ്പോൾ തൊട്ട് പറയുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഐ ബാഡ്ലി വോണ്ട് ടു ടേക്ക് ഇറ്റ്. ഞാൻ അന്ന് ചെയ്ത പ്രോമിസ് ആണ്. ആ വ്ളോഗ് കണ്ടറിയാം. ഞാൻ പ്രിയനും വേദുവിനും ഇവിടെ കൊണ്ടുവന്നത്. സോ ഇന്ന് നമ്മൾ ബാന ഹിൽസിലേക്കാണ് പോകുന്നത്. ഡനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 37 കിലോമീറ്റർ ആണുള്ളത്. ദി ഓൺലി വേ ടു റീച്ച് ദാറ്റ് പ്ലേസ് ഇസ് ത്രൂ കേബിൾ കാർ. ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാം. പക്ഷെ എല്ലാവരും ഇവിടെ ഒരു ഡേ ട്രിപ്പാണ് പോയിട്ട് വരുന്നത്. അങ്ങനെയല്ല പോണ്ട. ഞങ്ങൾ 2 nights ഉണ്ട്, പക്ഷെ അറ്റ്ലീസ്റ്റ് 1 night താമസിക്കുക. സോ ഞാൻ ഒന്ന് കാണിക്കുന്നത് എങ്ങനെ അവിടെ വരെ എത്താം, അവിടുത്തെ ഹോട്ടൽസും അതിൻ്റെ അമ്യൂണിറ്റീസും ഫെസിലിറ്റീസും. കാരണം ഹോട്ടൽ തന്നെ ഒരു അടിപൊളി സംഭവമാണ്. കാരണം ഒറ്റ ഹോട്ടലേ ഉള്ളൂ ആ ഹിൽസിൽ. അതല്ലാതെ എന്തൊക്കെയാണ് ബാന ഹിൽസ് ചെയ്യാനുള്ളത്. സോ 2 വ്ളോഗായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് വി ആർ ദേർ ഫോർ 2 days ആൻഡ് സൂപ്പർ എക്സൈറ്റഡ്. ഓൺലി തിങ്, അവിടെ എപ്പോഴും ഒരു റെയിൻ പ്രോൺ ഏരിയ ആണ്. സോ മഴ ഉണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, മഴ ഇല്ലെങ്കിൽ അടിപൊളിയാണ്. മഴ ഉണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാനേ ഉള്ളൂ പ്രശ്നം കേട്ടോ. എൻജോയ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. കാരണം മൂന്നാറിൽ മഴ ചെയ്താൽ ഭയങ്കര ഫീൽ അല്ലേ, അതുപോലെയാണ്. ആൻഡ് ഫൈനലി ഐ ഹോപ്പ് ഈ വ്ളോഗ് കണ്ടതിന് ശേഷം നിങ്ങളും ബാന ഹിൽസിൽ വന്ന് നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യുന്നു. ബിക്കോസ് നത്തിങ് മേക്സ് മീ മോർ ഹാപ്പി ദാൻ യു ഗൈസ് ഫോളോയിങ് അവർ ട്രാവൽ സജഷൻസ്. പോണ്ടേ? വാട്ട് എ ബ്യൂട്ടി. സച്ചിന്റെ സ്ട്രേറ്റ് ഡ്രൈവ് പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മാച്ചിങ് ഇയറിംഗ്സ്, അതുപോലെ തന്നെ മാച്ചിങ് ഡ്രസ് ആൻഡ് ദെൻ പ്രിയ ഒരു ജാക്കറ്റ്. എന്തിനാ? ഭയങ്കര ചൂടത്ത് പോയി. ഞാൻ പ്രിയനെ പ്രാങ്ക് ചെയ്താന്ന് പ്രിയക്ക് ഒരു ഐഡിയ ഇല്ല. പ്രിയ അതെ യൂറോപ്പിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ജാക്കറ്റ് എടുത്തോണ്ടൊക്കെ വെളിയിൽ വെച്ചിരിക്കുക. ഞാൻ പലതും പറയും അങ്ങനെ ആൾക്കാരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി. വേദുവിന്റെ അത് സാധാരണ ഡ്രസ്സാ. വേദിന്റെ ഡ്രസ്സും കൂടെ കാണിച്ചു കൊടുക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ബാന ഹിൽസിൽ പോയി അടിപൊളി വീഡിയോസ് എടുക്കുക, ഫോട്ടോസും. വേദുവിന്റെ ഡ്രസ്സ് കാണിച്ച എഴുന്നേറ്റ. ഇത് ദഞ്ഞാത്ത കൊടുത്താണ്. ദഞ്ഞാത്ത വേദുവിന്റെ ശാശ. പോവാം. ശാശയുടെ ക്രോക്സ് കിട്ടോ. ഡനാങ്ങിൽ നിന്ന് ബാന ഹിൽസിൽ പോകുന്ന റൂട്ടും ഭയങ്കര സീനിക് ആണ്. ഇറ്റ്സ് ലൈക്ക് യു ട്രാവലിംഗ് ത്രൂ ദ മിഡിൽ ഓഫ് എ ഫോറസ്റ്റ്. ശരിക്കും ഒരു കാട്ടിന്റെ ഇടയിൽ കൂടെ പോകുന്ന, പക്ഷെ 6 lane റോഡാണ്. ഇതൊക്കെ റോഡ്സ് എന്താണ് വിയറ്റ്നാം അവരുടെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വേറെ ലെവലാക്കിയിരിക്കുന്നത്. സൈഡിൽ എവിടെ നോക്കിയാലും ഇതുപോലെ കാടാണ്. ഹിൽസിന്റെ എൻട്രൻസിലേക്ക് എത്താറായ നമ്മള്. ഇവിടെ ഇവർക്കൊരു ഗോൾഫ് കോഴ്സ് ഒക്കെ ഉണ്ട്, അതാണ് ഈ സൈഡിൽ കാണുന്നത്. ബട്ട് ദെൻ കംപ്ലീറ്റ് ഡ്രൈവ് സോ സീനിക്. ഏകദേശം നമ്മുടെ ജെന്റിങ് ഹൈലൻഡ്സിലേക്ക് പോകുന്ന, മലേഷ്യയിലെ ജെന്റിങ് ഹൈലൻഡ്സിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. ബട്ട് മച്ച് ലെസ് ക്രൗഡഡ്. ഗൈസ്, നമുക്ക് ഹോട്ടലിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ എൻട്രൻസ് ഉണ്ട്. സോ സപ്പോസ് നിങ്ങളോട് താമസിക്കുകയാണെങ്കിൽ മുകളിലെ ഹോട്ടൽ എൻട്രൻസിലേക്ക് തന്നെ പോരണേ, അല്ലെങ്കിൽ ഭയങ്കര പാടം, നടന്നൊന്നും എത്താൻ പറ്റില്ല. ഇവിടെ ടാക്സിക്കാരോട് പറഞ്ഞാൽ അവരവിടെ ഡ്രോപ്പ് ചെയ്യും. മെർക്യൂർ ഹോട്ടൽ ദനാങ്. കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് വേണ്ടി, ഇത് റിസപ്ഷനാണ്. പക്ഷെ വേറെ എവിടെയും കാണാത്ത ഒരു ടൈപ്പ് റിസപ്ഷൻ ആയിരിക്കും. കാരണം റിസപ്ഷനിന് ഹോട്ടലിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ എവിടെയും ഇങ്ങനെ കാണില്ല. എന്താ വല്ല ഐഡിയ കിട്ടുന്നുണ്ട് എന്താന്ന്? വലിയ സംഭവം ഒന്നും അല്ലെന്നല്ലേ തോന്നേ. നോക്കിക്കോ റിസപ്ഷനൊക്കെ, ഇത്രേ ഉള്ളു റിസപ്ഷനൊക്കെ. ചെറിയ റിസപ്ഷൻ ആണല്ലോ. ഇതിനാണ് ഇതിൽ ഇത്രയും ബിൽഡപ്പ് കൊടുത്തേന്നല്ലേ. പിന്നെ അല്ലാതെ എത്ര ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് വെറുതെ ആയാ. നോക്കാം. ആക്ച്വലി ഹോട്ടലിന്റെ ഒരു ചെറിയ റിസപ്ഷൻ ഇവിടെയാണ്. ഈ റിസപ്ഷനിൽ ഒന്നുമില്ല, ജസ്റ്റ് ചെക്ക് ഇൻ പ്രോസസ്സ് മാത്രം. ഇറ്റ്സ് നോട്ട് വെരി ഗ്രാൻഡ്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒരു സംഭവങ്ങളും ഇല്ല. പക്ഷെ ഇത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സോ
So this is a small reception over here. സോ ഇവിടെ ആക്ച്വലി നമുക്ക് കേബിൾ കാർ വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഹോട്ടൽ ഗസ്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 2200 രൂപയാണ് കേബിൾ കാറിന് പോയിട്ട് വരാനായിട്ട്. കമ്പൽസറി ആണ്. നിങ്ങൾ ഹോട്ടൽ എടുത്താലും ഇത് എക്സ്ട്രാ പൈസ ആയിട്ട് കൊടുക്കണം. ഹോട്ടൽ പൈസയിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ കേബിൾ കാർ മാത്രം എടുത്ത് പോവുകയാണെങ്കിൽ ഏകദേശം എനിക്കൊന്നൊരു 3500 രൂപ വരും. സോ ഒരു 1200 1500 രൂപ പെർ ഹെഡ് ഡിസ്കൗണ്ട് കിട്ടും ഹോട്ടൽ ഗസ്റ്റ് ആണെങ്കിൽ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആക്ടിവിറ്റീസിൽ ഏകദേശം ഒരു 90% ഫ്രീ ആണ്. പിന്നെ കുറച്ച് പെയ്ഡ് ഗെയിംസേ ഉള്ളൂ. ബാക്കി എല്ലാം ഫ്രീ ആണ്. മുകളിൽ ഫുഡിന് എക്സ്ട്രാ, കുറച്ച് ആക്ടിവിറ്റീസിന് എക്സ്ട്രാ. ഇതില്ലേ ഇതുപോലെ വേറൊരു ഹോട്ടലില്ല. കേബിൾ കാർ വഴി ഹോട്ടലിലേക്ക് പോകുന്ന വേറെ ഏത് ഹോട്ടലുണ്ട്? ഒൺലി ബൈ കേബിൾ കാർ. കാർ വഴി പോലും പോകാൻ പറ്റില്ല, അറിയോ? ഒൺലി ബൈ കേബിൾ കാർ. അവിടെ കാർ വഴി പോകാമല്ലോ. കേബിൾ കാർ ഓപ്ഷൻ ആണെന്നേ ഉള്ളൂ. അത് നേരിട്ട് ഹോട്ടലിലേക്കും ഇല്ല. ഒരുപാട് ലഗേജ് ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ പാടാണ് കേട്ടോ. ഇവര് കയറ്റി തരും, പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കര ഈസി ഒന്നും ആയിരിക്കില്ല. കുറച്ചൊക്കെ നമ്മൾ തന്നെയൊക്കെ പിടിക്കേണ്ടി വരും. ഇത് തിരിയുന്നതിന് മുമ്പ് കയറ്റേണ്ട സാധനങ്ങൾ. നല്ല വ്യൂ നോക്ക്, താഴെ നോക്ക്, സ്ട്രീമാ നോക്ക്, എന്ത് രസമല്ലേ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്ട്രീം. പ്രിയയുടെ ബാക്കിൽ നോക്കിയാൽ വാട്ടർഫാൾസ് കാണാം. വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. ഒരു മൊട്ടമല പോലെ ഇല്ലേ മൂന്നാറിലേക്ക്. ആക്ച്വലി സ്വിറ്റ്സർലൻഡിൽ വ്യൂ പോലെ ഉണ്ട് കേട്ടോ. മൗണ്ടൻ ടോപ്സ് ഒക്കെ ഗ്രീനറി ഒക്കെ വെച്ച്. ഗോഡ്, ലുക്ക് അറ്റ് ദ കേബിൾ കാർ റൈഡ്. അങ്ങ് കിടക്കുവാണ്. പോകുന്ന ലാസ്റ്റ് കാണത്തില്ല കേട്ടോ. ഒരുപാട് വലുതാ ഇത്. ഇല്ല 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 ഇല്ല. ഓ പിന്നെ എനിക്ക് ലുക്കുണ്ടോ? ഇതിൽ നിൽക്കേണ്ട മെയിൻ റീസൺ എന്താ അറിയോ? ബാന ഹിൽസിൽ മാത്രമായിട്ട് വരാം എന്റർടൈൻമെന്റിനൊക്കെ. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം 6 മണിയാകുമ്പോൾ തിരിച്ചു പോകണം. ഇത് ഹോട്ടൽ ഗസ്റ്റ് മാത്രം മൊത്തം ഏരിയ രാത്രി കിട്ടും. ആൻഡ് രാത്രി ദാറ്റ് പ്ലേസ് ഇസ് മാജിക്കൽ. തണുപ്പുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞ വിശ്വസിക്കാൻ പറ്റൂല. പ്ലേസ് ഇവർ പറയുന്നത് തന്നെ ദ മോസ്റ്റ് റൊമാൻറ്റിക് പ്ലേസ് ഇൻ വിയറ്റ്നാം എന്നാണ്. അതുപോലെ റൊമാൻറ്റിക് മ്യൂസിക് ഒക്കെ വെച്ച് അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തത്. എന്ത് ചെയ്യാനാ അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ മുകളിലേക്കൊന്നും കാണാതായി തുടങ്ങിയണ്ട. നൗ വി ആർ ഗോയിങ് ത്രൂ ദ മിസ്റ്റ്. ശരിക്കും മിസ്റ്റിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ് ഇനി. ഇറ്റ് ഈസ് ഫുൾ മിസ്റ്റ് ആണ്. കണ്ടാ, ഇതാണ് ബാന ഹിൽസ്. മനസ്സിലായ? ഒള്ളി പ്രോബ്ലം ഈ മിസ്റ്റ് ഉള്ളപ്പോ കൈ കാണാൻ പറ്റില്ല. മിസ്റ്റ് വെച്ച് കവേർഡ് ആയി പോവത്. കംപ്ലീറ്റ് മിസ്റ്റ് ആണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് ഓസം. ബാക്കിൽ കണ്ടു നോക്ക്. അപ്പുറത്തെ കേബിൾ കാർ അടുത്തെത്തുമ്പോ മാത്രം കാണാം. ബിൽഡിംഗ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു കാസിൽ ഇല്ല, അത് ഇങ്ങോട്ടുള്ള വേറെ എന്തോ. ഇത് പണി നടക്കുന്നതേ ഉള്ളൂ. ഇതെനിക്കൊന്ന് വേറെ എന്തോ പുതിയ ബിൽഡിംഗ് വരുക കേട്ടാ. കാരണം ഇതിന് മുമ്പ് ഒരു ഹോട്ടലല്ലേ ഉള്ളായിരുന്നു. ചിലപ്പോ വേറൊരു ഹോട്ടലും കൂടെ വരുമായിരിക്കും. ഈ പെടച്ചാണ് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് നേരെ നമ്മളൊരു എസ്കലേറ്റർ എടുത്ത് ഇവരുടെ മെയിൻ ലോബിയിലേക്ക് പോകും കേട്ടാ. ഇത്രയും അയാൾ വരെ ചിരിക്കുന്നത്. അയാൾക്ക് വരെ ചിരി വരുന്നത് പറയാ. എന്ത് സ്പീഡിലാണ് ലഗേജ് എടുത്തതെന്ന്. ഇവിടെ നിന്നൊക്കെ നടന്നു പോകുമ്പോൾ ശരിക്കും ഒരു കാസിൽ. ഇവർ ആക്ച്വലി ഒരു ഫ്രഞ്ച് വില്ലേജിന്റെ തീമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഒരു കാസിലിന്റെ എൻട്രൻസിൽ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ടു ബാന ഹിൽസ്. ചെക്ക് ഇൻ ചെയ്തിട്ട് കാണിക്കാല്ല. ഇംഗ്ലണ്ടോ? കോട കൊണ്ടുവന്നില്ല. നമ്മൾ അങ്ങനത്തെ കോട എടുക്കണമായിരുന്നു. എക്കോർ ഗസ്റ്റിന് പ്രയോറിറ്റി വെൽക്കം ഒക്കെ ഉണ്ട്. സോ നമുക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ലൗഞ്ച് ഏരിയ ഒക്കെ അവര് ചെയ്യും. ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്? ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. അതൊക്കെ റൂം കാണിച്ചിട്ട് ഞാൻ പറയാം. റൂമും കൂടെ കണ്ടു കഴിയുമ്പോ ഉണ്ടല്ലോ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ വന്നു, അമ്മയും മോനും. എന്നിട്ട് പറയും, വി ലവ് യു ദില്ലു, യു ആർ ദ ബെസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് ബെസ്റ്റ് ഫാദർ. നോക്കിക്കോ, തന്നെ വന്നു പോവത്. അത്രയും അവര് ഫസ്റ്റ് ടൈം എവർ സ്യൂട്ട് റൂം തന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ദിസ് ഹാസ് ദ ബെസ്റ്റ് റൂം വ്യൂ ഇൻ ദിസ് പ്ലേസ്. ഇതാണ് ആക്ച്വലി ഇവരുടെ മെയിൻ ലോബി. ഇറ്റ്സ് കംപ്ലീറ്റ് ഒരു ഫ്രഞ്ച് തീമിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യു ഫീൽ ലൈക്ക് എ റോയൽറ്റി വെൻ യു എൻ്റർ ഹിയർ അല്ലേ? ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ.
ഇവിടെ തന്നെ നമുക്ക് അകത്ത് ഒരു ബാറൊക്കെ ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ബാറാണ്. വരുന്നവർക്ക് ഫ്രീ ബിയറൊക്കെ ഉണ്ട് 2 എണ്ണം. നമ്മൾ ആ കൂപ്പൺ കളഞ്ഞിട്ട് വന്നു, നമുക്ക് ആവശ്യമില്ലല്ലോ. ബട്ട് ദെൻ വെൻ യു സ്റ്റെപ്പ് ഇതിൻ്റെ അടിയിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ബാർ ഉണ്ട്. വെൻ യു സ്റ്റെപ്പ് ഔട്ട്സൈഡ്, ഓ പക്ഷെ ഈ തിരക്ക് കണ്ട, രാത്രി നമ്മൾ മാത്രം. അപ്പൊ ആലോചിച്ച് നോക്കി, സ്ഥലത്തിന് ആരും കാണില്ല, എല്ലാരും പോവും, മാത്രമേ കാണുള്ളൂ. ദാറ്റ്സ് വെരി റയർ. എങ്ങനെയുണ്ട്? Oh, look at this, guys. Look at this place. എനിക്ക് സ്വർഗത്ത് വന്നപോലെ ഇപ്പൊ മനസ്സിലായ, ഞാൻ തിരിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലങ്ങൾ അതുപോലെ സ്പെഷ്യൽ ആയിരിക്കും. ഇത് യൂറോപ്പിനേക്കാൾ ഇഷ്ടമായി. വാ വാ, ഇതില്ലല്ലോ. എനിക്ക് അത്ര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 2 ദിവസം ഇവിടെ എടുത്തത്. എന്തേ I love you. പറ. പറയില്ല, അവൻ പറയില്ല. പറഞ്ഞേ ആണ് മെയിൻ ബിൽഡിങ്. നിങ്ങൾ ഇവിടെ റൂം കിട്ടിയ ഇവിടെ തന്നെ എടുക്കുക. എസ്പെഷ്യലി ഞങ്ങളുടെ റൂം 2224. അതായത് റൂം ടൂർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം എന്താണ്. ബാന ഹിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരുന്നുള്ളൂ. ഇനി ഞങ്ങളുടെ ഹോട്ടൽ എക്സ്പീരിയൻസസും ഹോട്ടൽ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ബാ. എന്തൊക്കെ ചെയ്യണം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. നമ്മൾ 2 ദിവസം ഉള്ളോടെ. റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴി നോക്ക്. യു ആർ വാക്കിംഗ് ത്രൂ യൂറോപ്യൻ സ്ട്രീറ്റ്സ് എന്നുള്ള ഫീലിംഗ് ആണ്. ലുക്ക് അറ്റ് ദ റെസ്റ്റോറന്റ്. മൈ ഗോഡ്, ഇതിന്റെ പേര് ലാ ടേബിൾ എന്നാണ്. ഇവരുടെ തന്നെ റെസ്റ്റോറന്റ് ആണ്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദ എസ്തെറ്റിക്സ്. ശരിക്കും ഒരു ഫ്രഞ്ച് കോട്ടേജ്, ഫ്രഞ്ച് റെസ്റ്റോറന്റ് പോലെയല്ലേ? നല്ല ടൈൽ അല്ലേ, ബ്യൂട്ടിഫുൾ. എന്താ ലുക്കിംഗ് ലൈക്ക് വാവ്. ആ ടേബിൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നൊക്കെ നോക്ക് പ്രിയ. ഫ്രഞ്ച് സെറ്റിംഗ്സ് ഒക്കെ, ഹൈ ആൻഡ് ഫൈൻ ഡൈനിങ് സെറ്റിംഗ്. ഇപ്പൊ വെറുതെ മിസ്റ്റ് ഒന്ന് ക്ലിയർ ആയപ്പോൾ വെളിയിൽ ജസ്റ്റ് ഞങ്ങളുടെ റെസ്റ്റോറന്റ് വെളിയിൽ വന്ന വീഡിയോ കാണിക്കാനാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് ലിറ്ററലി ഹെവൻ. എല്ലാ ആൾക്കാരും എന്താ ഐ ഡോണ്ട് നോ, വിയറ്റ്നാമിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. ലുക്ക് അറ്റ് ദിസ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമല്ലേ. ആൻഡ് യു ഹാവ് സം അമേസിങ് വ്യൂസ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുവേ. ബാന ഹിൽസിൽ വന്ന് എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ഞാൻ നാളെ കാണിക്കും. പക്ഷേ ഇന്ന് ഇതെന്തോ ഒരു ചെറിയ കാര്യം. ഇന്ന് ഐ എം ജസ്റ്റ് ഷോയിങ് യു ഇവിടുത്തെ ഹോട്ടൽ എക്സ്പീരിയൻസ്. ഇത് ഇവരുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇത് ഇവരുടെ കോഫി ഷോപ്പാണ്. സോ ദ കോഫി ഷോപ്പ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. ആൻഡ് കോഫി റേറ്റ്സ് ഇറ്റ്സ് ലൈക്ക്, ഞാൻ പറയാം, ഇപ്പം ഇതിൽ ഏറ്റവും വിയറ്റ്നാമീസ് കോഫിക്കൊക്കെ ഒരു 180, ഓക്കെ 200 റുപ്പീസ് വെച്ചോ. ഈ ഒരു സെറ്റിങ്ങിൽ ഇവിടെ ഇപ്പോൾ അവർ 500 രൂപ വെച്ചാലും കുടിക്കേണ്ടവർക്ക് കുടിച്ചാലേ പറ്റൂ. ബട്ട് അങ്ങനെ അവർ ചെയ്തിട്ടില്ല. ലുക്ക് അറ്റ് ദിസ് കോഫി ഷോപ്പ് ആൻഡ് ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ. ആൻഡ് എത്ര മണിക്കൂർ ഇരിക്കാമെന്നറിയോ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. ലുക്ക് ഹൗ ഗോർജിയസ് ദിസ് കോഫി ഷോപ്പ് ഇസ്. ആൻഡ് നൈസ്, നല്ല കിടിലൻ സാധനങ്ങളാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും വെക്കുന്ന ഒരു പഴയ സാധനങ്ങളൊന്നുമല്ല. You have these beautiful croissants and cakes, and look at this chocolate bread. എന്താ അല്ലേ? Look how cozy the restaurant is. How cozy ആണ് ഇവിടുത്തെ വേർഡ്. ബാന ഹിൽസ്, ഷേർലി ടെമ്പിള്. ഇപ്പൊ വരാൻ പോകുന്ന ഒരു കിഡിൽ, എന്റെ പേര് ഷേർലി ടെമ്പിൾ എന്നാ. ഇനിയിപ്പോ ഒരു കിഡിലൻ സ്റ്റേക്ക്. വെളിയിലേക്ക് ഇനി ഇറങ്ങുക. റൂം കണ്ടിട്ടില്ലല്ലോ ഒന്ന് വരെ. My world. 2026 is going to be the best year of my life. Fingers crossed. അതെ, എക്സ്ട്രീംലി ക്ലാസിയാണ്. ലുക്ക് അറ്റ് ദ പിസ്സ. ഇതൊരു ചിക്കൻ ടെറിയാക്കി പിസ്സ വിത്ത് സം ചില്ലി സോസും ഒറഗാനോയും എല്ലാം തന്നിട്ടുണ്ട്. ബട്ട് ക്വാളിറ്റി നല്ല തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി പിസ്സാസ് ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. പ്രിയ മറ്റേ റോയൽറ്റി പോലെയൊക്കെയാണ് കേട്ടോ. സോ ദിസ് ഇസ് ലൈക്ക് ഒരു ചിക്കൻ സുവീദേ എന്ന് പറയുന്ന ഒരു ഡിഷാണ് വിത്ത് സം പെപ്പർ സോസ് ഒക്കെ ഇട്ട്. മറ്റേ പരിഷ്കാരിയായി, ഫ്രഞ്ച് കാരിയായി ഫ്രാൻസിൽ വന്നപ്പോൾ. കഴിച്ചു കഴിയുമ്പോൾ അറിയും, നോക്കിക്കോ. ബിലീവ് യു ആർ ഇൻ വിയറ്റ്നാം പ്രിയ. വിയറ്റ്നാം ആകുമ്പോൾ ആർക്കെങ്കിലും മനസ്സിൽ ഇതൊക്കെ വരുമോ? ഇത് വിയറ്റ്നാം ഒന്നും അല്ല, ഇത് വേറെ ഏതോ ഇംഗ്ലണ്ട് ആണോ? പാരീസിന്റെ ബെറ്റർ വേർഷൻ, പാരീസിന്റെ ക്ലീൻ വേർഷൻ. എനിക്ക് പാരീസിനേക്കാൾ ഇഷ്ടമായി. അതിന് ഇഷ്ടപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഓർക്കണ്ടേ പ്രിയ, ഒരു മലയുടെ മുകളിൽ അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യം, അത് എങ്ങനെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു എഫേർട്ട് ഇട്ട് കാണും. എന്താ പിന്നെ
ഇതാണ് സെൻറ്റർ. ഓക്കെ, സെൻറ്റർ ഓഫ് ദിസ് ബാന ഹിൽസ് അല്ലെങ്കിൽ മെർക്യൂർ ഹോട്ടൽ. ഞങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ ആ കിട്ടിയിരിക്കും. ഞാൻ കാണിച്ചു തരാം വൈ ദിസ് റൂം സോ സ്പെഷ്യൽ എന്നുള്ളത്. മ്യൂസിക് കണ്ട, കണ്ടിന്യൂസ് മ്യൂസിക്കാ. ഓ, സോ റൊമാൻറ്റിക്. അസുഖമൊക്കെ പോയാ? പിന്നെ എവിടെ പാറി പറന്നു. ഇനി നാട്ടിൽ ചെല്ലുമ്പോ കാണാൻ പറ്റിയാണ്. അതെ, അയ്യോ മുട്ടുവേദന, നടുവേദന, കൈവേദന, കാലുവേദന. എന്താ ഉള്ളത് നോക്കി. ഹെയർ വാഷാ തണുപ്പത്ത്. ഇത് കണ്ട, റൂമിന്റെ ഈ കോറിഡോർസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എക്സാക്ട്ലി ലൈക്ക് ഒരു ഫ്രഞ്ച് ഹെറിറ്റേജ് പ്രോപ്പർട്ടി എന്നാണ്. ആൻഡ് അവർ ഈ ഫ്ലോർ എടുക്കാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ വിൻഡോസ്, ഈ ഒരു വിൻഡോസ് ആണ് ഈ ഒരു ഫ്ലോറിൽ മാത്രമേ കിട്ടുള്ളൂ വ്യൂ. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വ്യൂ കിട്ടും. പ്രിയ, രാത്രി ഇതൊന്നും അല്ല ഇവിടുത്തെ ഭംഗി. ഈ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ യു വെയിറ്റ് ആൻഡ് സീ. ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ വേൾഡ് വാർ 1 കഴിഞ്ഞപ്പോൾ 1914 to 1918 വേൾഡ് വാർ 1 അന്നേ ഫ്രഞ്ച് ഈ ബാന ഹിൽസ് ബാന റിസോർട്ടായിട്ട് ഒരു ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് 1922 ഇത് ഇത്രയായി. 28 ഇത് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. കാറ് വരില്ലായിരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ പൊക്കിക്കൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഓരോ റൂമും ഫ്രഞ്ച് രീതിയിലാണ് നെയിം ചെയ്തിരിക്കുന്നത്. നെപ്പോളിയൻ എന്നാണ് ഈ റൂമിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ റൂം 2224 ഈ റൂം തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക. ഹായ് ഗൈസ്, വെൽക്കം ടു മെർക്യൂർ ബാന ഹിൽ. അതെ, കറക്റ്റായിട്ട് പറഞ്ഞു. യെസ്, അപ്പോൾ വെൽക്കം ടു മൈ എന്താ പറയണ്ടേ, കാസിൽ എന്ന് പറയാം അല്ലേ? ഇറ്റ് ഈസ് ആക്ച്വലി എ കാസിൽ അല്ലേ? ഭയങ്കര ഭംഗി എസ്തെറ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന. പക്ഷേ കയറി വരൂ ഇവിടെ വരൂ ഇങ്ങനെ തിരിയൂ. കാസിലും വലിയ മിററുണ്ട്. എന്നിട്ട് കയറി വരുമ്പോ ലുക്ക് അറ്റ് മൈ bed. Oh my god. What is this? It is like a princess fairy tale. അതെ, സത്യമായിട്ടും. അതെന്താ അറിയോ, ഈ കാസിൽ പോലെ തന്നെ റൂംസിൽ ഇതുപോലെ വുഡൻ ബീംസ് പോയിട്ടുണ്ട്. ആൻഡ് ദെൻ ഈവൻ ദ വാൾ ടെക്സ്ചേഴ്സ് ഗിവ് ഇറ്റ് ഭയങ്കര ഒരു പഴയ ലുക്ക് കൊടുക്കുന്നുണ്ട്. കളർ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. ആൻഡ് വെരി വെൽ മെയിൻറ്റെയിൻഡ്. സോ നല്ല ഹെഡ് റെസ്റ്റ് ഒക്കെ നോക്ക്, എന്തൊരു റോയൽ ഫീലിംഗ്. ഈവൻ സ്റ്റെയിൻലെസ്, ഐ മീൻ മറ്റേ ബ്രാസ് ലാംപ്സും അതുപോലെ തന്നെ പ്രോപ്പർ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആൻഡ് ഈ സോഫയുടെ ഇത് നോക്കൂ, കളർ ആണെങ്കിലും വെരി എസ്തെറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദി ബെസ്റ്റ് പാർട്ട് അതെ, ഈ റൂം എടുക്കാനുള്ള കാര്യം. അതെ, ഇവിടെ നിന്ന് നേരെ എന്റെ ബാക്കി വന്ന് നോക്ക്. നേരെ നമുക്ക് ഇവിടുത്തെ ചേർച്ച് വ്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സോ നമുക്ക് റൂമിന്റെ അകത്തിരുന്ന് ഈ ഒരു വ്യൂവിൽ നിന്നായിരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും. ഈ ജനൽ തുറന്ന മിസ്റ്റ് കയറില്ലേ? നല്ല രസമായിരിക്കും, കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷേ ഭയങ്കര വ്യൂ ആ. അതിനു വേണ്ടിയാണ് ഈ റൂം എടുക്കുന്നത്. കാരണം ബാക്കി എവിടെ പോയാലും നമുക്ക് ഈ വ്യൂ കിട്ടില്ല. ഇത് കണ്ടോ, അമേസിങ് വ്യൂ. ആൻഡ് നമുക്ക് നല്ലൊരു വെൽക്കം സ്വീറ്റ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. എക്കോർ പ്ലാറ്റിനം മെമ്പേഴ്സിന് ഒരു സ്പെഷ്യൽ വെൽക്കം ഉണ്ട്. ഇതൊന്നും പോരാതെ ഇവിടെ വാർഡ്രോബും എല്ലാം സ്പേഷ്യസ് ആണ്. റൂം ഹീറ്റർ വരെ ഉണ്ട്. ഇനി ഇവിടെ TV എല്ലാം ഉണ്ട്. പക്ഷെ വേദുവിനെ ഹൈലൈറ്റ് ആക്കി കൊടുത്തത് നോക്കിക്കേ, they have a huge tub. They have a big huge tub. ഈ തണുപ്പത്തെ ടബില് ചൂടുവെള്ളത്തിൽ കിടക്കാനുള്ള അതൊരു സംഭവമായിരിക്കും. മിസ്റ്റ് അടിക്കും ആ സമയത്ത്, നല്ല വ്യൂ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരു വാഷ്, അതെ, ഇരിക്കും. വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ. ആൻഡ് ദെൻ നല്ല ടവൽസ് എല്ലാം ഉണ്ട്. നല്ല ഒരു സെപ്പറേറ്റ് വലിയ ഷവർ ഏരിയ ഉണ്ട്. സോ സൂട്ട് റൂം ആണെങ്കിൽ ടബും ഇല്ല, വ്യൂ ഇല്ല, ഒന്നുമില്ല. അത് അങ്ങനത്തെ കൺസ്ട്രക്ഷനാണ്. കാരണം ഈ വ്യൂ കിട്ടാൻ ഈ 2-3 റൂംസ് അല്ലേ പറ്റുള്ളൂ. വേറെ എവിടെ പോയാലും ബാക്കിലേക്ക് പോവല്ലോ. സോ എന്തായി, അടിപൊളിയല്ലേ? ഇനി കോഫി കുടിക്കാൻ പോവാ. എന്താന്നല്ല, സ്ട്രക്ചർ ആണോ മിസ്റ്റ് ആണോ
മലയുടെ പുറയിൽ മേലെ ആയതുകൊണ്ട് എല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്നറിയാം, പക്ഷെ എന്നാലും എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. പക്ഷെ ആർട്ടിഫിഷ്യൽ എനിക്ക് തോന്നുന്നില്ല, അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് കോഫി സംഭവം ഉണ്ടോ ഈ റിസോർട്ടിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് ഒരു നാറ്റം കാണും, റൂമിന് ഒരു മസ്തി സ്മെൽ. ഇവിടെ നല്ല മണമോ ലോബിയിലും റൂംസിലൊക്കെ, അത്രയും വെൽ മെയിൻറ്റെയിൻ അവർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ആൻഡ് ഓൾ. ഇനിയിപ്പോൾ വെളിയിൽ വേറൊരു കാര്യം അറിയോ, വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റാർബക്സ് ഇതിലിവിടെയാണ്. Really? Imagine for having Starbucks, you have to come by cable car. Only then you can have Starbucks. Oh my god, we have to go. ഇന്നിപ്പം ചിലപ്പോൾ അടച്ചു കാണും. അത് നേരത്തെ അടയ്ക്കോ? 5:30 ആയിട്ടുള്ളൂ. ഇവിടെ എല്ലാം 9 മണിയാകുമ്പോൾ അടയ്ക്കും. എല്ലാവരും പോയി, ഇനിയിപ്പോൾ ഗസ്റ്റ് മാത്രം. എല്ലാവരും പോയി. എങ്ങനെയുണ്ട്? റൗണ്ട് എടുത്തിട്ട് വരാം. സ്റ്റാർബക്സ് കാണണ്ടേ? പിന്നെ നോക്ക് ഫ്രീ ആയിരിക്കുന്ന ഏരിയ ക്രിസ്മസ് ട്രീ പോലെ ചെയ്തു വെച്ചിട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദിസ്. ആൻഡ് ഇവിടെ ഇതുപോലെ ഇരിക്കാനും ഉള്ള വ്യൂ. എന്തായി എന്റെ ബാക്കിൽ കണ്ട സ്റ്റാർബക്സ്? അതാണോ? ആ, ലുക്ക് അറ്റ് ദി സ്റ്റാർബക്സ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്. അത് ഞാൻ പറ്റുമെങ്കിൽ നാളെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പം മിസ്റ്റ് അല്ലേ, ബട്ട് ദെൻ യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ഓഫ് ദി സ്റ്റാർബക്സ്. നോക്ക്, ഇങ്ങനെയാണ് ആ സ്റ്റാർബക്സ് ഇരിക്കുന്നത്. ആണ് ആ സ്റ്റാർബക്സിന്റെ ഫ്രണ്ട്. പക്ഷെ ആ മിസ്റ്റ് ഇല്ലെങ്കിൽ ഇതിന്റെ ഭംഗി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഫുൾ ഗ്രീനറിയാണ്. ഫുൾ ഗ്രീനറി വെച്ച് പഴയ ഒരു ഏൻഷ്യൻ ബിൽഡിങ്ങിന്റെ ലുക്കിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ബാന ഹിൽസിന്റെ ഒരെണ്ണം. നല്ല ഭംഗിയാക്കി വെച്ചിട്ട് ഇങ്ങനെ മഴ പെയ്താൽ എങ്ങനെയാ? അതിനാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. മഴയ്ക്കോ? മഴ എൻജോയ് ചെയ്യാൻ. ഈ തണുത്ത മഴ റൂമിലിരിക്കും, കോഫി കുടിക്കും. പിന്നെ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഇൻഡോറും ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ അടച്ചല്ല, നാളെ ഫുൾ കാണിക്കാം. ഇനിയിപ്പോ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുമോന്ന് അറിയില്ല. നല്ല മഴയാ. നല്ല മഴ. മിസ്റ്റും പോയി, ഇപ്പൊ വരുമല്ലോ. വേഗം ഫോട്ടോ വീഡിയോ എടുക്കാം. പെട്ടെന്ന് മഴയും വരും, മിസ്റ്റും വരും. ഇല്ലാത്തപ്പോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എനിക്കൊന്നും ഇവിടെ എല്ലാം ഇവരുടെ ഹോട്ടലിന്റെ അല്ലാത്ത എല്ലാം ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോൾ അടയ്ക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് കോഫി വേറെ എവിടെന്നെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്കാം. രാത്രിയാകുമ്പോൾ ഉള്ള ഇതൊക്കെ ഹോട്ടൽ ഗസ്റ്റ് ആണ്, എല്ലാം ബാന ഹിൽസിൽ താമസിക്കുന്നവരാണ്. ഇത് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ബാറാണ്. നമുക്ക് വരുമ്പോൾ 2 കൂപ്പൺ കിട്ടും. 2 പേർക്ക് ഇവിടെ ഫ്രീ ബിയർ അവർ ഓഫർ ചെയ്യും. ഒരാൾക്ക് ഒരു ബിയർ വെച്ച്. റെസ്റ്റോറൻ്റൊക്കെ നോക്കൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ്. ദേ ഹാവ് എ ബുഫേ റെസ്റ്റോറൻറ്റ് ചെയ്യുക. ഡിന്നറിന് 3000 rupees ആണ് ഒരാൾക്ക്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് ടു ഹൈ. പക്ഷേ അത്യാവശ്യം വലിയൊരു സ്പ്രെഡാണെന്ന് തോന്നുന്നു. 6 വയസ്സത്തെ കുട്ടികൾക്ക് ഫ്രീ. കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് ഏതോ നൂഡിൽ റെസ്റ്റോറൻ്റ് ആണ്. സോ ബുഫേനെ കഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ എത്ര ടൈം വരെ ഉണ്ടെന്ന് അറിയില്ല. ഇതൊരു നൂഡിൽ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു പാരീസ് റെസ്റ്റോറൻറ്റ്, എന്തെങ്കിലും ഫ്രഞ്ച് ഫുഡ് ആയിരിക്കും. ശരിക്കും പാരീസ് പോലെ അല്ലേ തോന്നുന്നത്? പാരീസിനെക്കാളും ഭംഗിയാ. പാരീസ് ഒക്കെ അടുത്ത് വരും. ഇതൊക്കെ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്ന സ്റ്റെപ്സ്. എന്താ അല്ലേ, എവിടെ നിന്ന് എടുക്കും ഫോട്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇവിടെയൊക്കെ നല്ല ലൈറ്റ് ഉണ്ട് ഫോട്ടോ എടുക്കാൻ. ഈറ്റിംഗ് ഓപ്ഷൻസ്. ഇത് ആക്ച്വലി ഒരു ബാർ കം സ്റ്റേക്ക് ഹൗസ് പോലത്തെ ഒരു സ്ഥലമാണ്. സോ ക്രാബ് സ്പെഗറ്റിയും നോക്ക്, സ്റ്റേക്സ്, കാർബോണാറ. ഐ ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് പോവുക. പക്ഷെ ഇതൊക്കെ എത്ര മണി വരും എന്തെന്നൊന്ന് ചെക്ക് ചെയ്യണം. അല്ലോ ലൊട്ടേരിയ ഉച്ചയ്ക്കൊക്കെ അപ്പോൾ അഫോർഡബിൾ ആയിട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്നും കഴിക്കുക. ഇത് നമ്മുടെ ഒരു ബർഗർ കിങ് ഒക്കെ പോലെ മക്ഡോണൾഡ്സ് പോലത്തെ സ്ഥലമാണ്. നല്ല ടേസ്റ്റാണ്. ഓ മൈ ഗോഡ്, എന്താ ഇത് കല്യാണോ? ഭയങ്കര വൈപ്പ് കേട്ടാ. ഞങ്ങൾ കാണുന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ദിസ് ഈസ് ടു ബ്യൂട്ടിഫുൾ. അതിലൂടെ നല്ല തണുപ്പുണ്ട്. രാവിലെയാണ് ഇവിടെയൊക്കെ കൂടുതൽ ഫൺ കേട്ടോ. രാത്രി ഭയങ്കര ഭംഗിയാണ്, പക്ഷെ രാവിലെ ഇങ്ങനെ വെൻഡേഴ്സും കാർട്ട്സ് ഒക്കെ കാണും. സോ ദാറ്റ് യു ക്യാൻ ട്രൈ സം സ്ട്രീറ്റ് ഫുഡ് ആൻഡ് ബാർബിക്യൂ ഫുഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇവിടെ ഇതുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ കപ്പ് നൂഡിൽസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് അധികം സ്പെൻഡ് ആവില്ലെങ്കിലും കപ്പ് നൂഡിൽസ് ഒക്കെ ഉണ്ട്. മുകളിലേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. സ്റ്റെപ്സ് കുറേ കയറുണ്ട്, പക്ഷെ ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര രസം. വേറെ ആരും കാണില്ല. ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റാ, ഈ വലിയ ഡോമിൻ്റെ അകത്ത്. പക്ഷെ അതൊക്കെ അടയ്ക്കും എല്ലാം ഈ ആഫ്റ്റർനൂൺ ടൈം. അതുകൊണ്ടാ. പിന്നെ ആ റെസ്റ്റോറൻറ്റ് ഗസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഉണ്ട് ഫുഡ്. റെസ്റ്റോറൻറ്റിൽ അത് 9 മണിയാകുമ്പോൾ തീരും കേട്ടാ. ഞാൻ റൂമിൽ പോയി കോഫി ഇട്ട് തരാന്ന് പറഞ്ഞാ. റൂമിൽ പോയി ഞാൻ മറ്റേ നെസ്കഫേ ഇട്ട് തരാം. റൂമിൽ ഫ്രീയാ. ബാ, ഇതിന്റെ പൈസ ഞാൻ എന്തായി നല്ല കോസി സെറ്റിംഗില്. നാളെ സ്റ്റാർബക്സിൽ നിന്ന് ഓടിക്കാം.
ഹോട്ടലാ ഹോട്ടലിന്റെയാ. ഇരുന്ന് സുഖമായിട്ട് കോഫി കുടിച്ചോ. ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പൂൾ ഏരിയയിൽ പോവാം. ഓക്കെ? ഞാൻ ബുഫേ വേണ്ട, വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാന്ന് വിചാരിച്ചാ. 3000 രൂപയാണല്ലോ, പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ലോബ്സ്റ്റർ സെർവ് ചെയ്യുന്നുണ്ട്. ചീസ് ഗ്രിൽഡ് ലോബ്സ്റ്റർ, they have duck, they have orange duck, they have seafood, pasta, pizza. ഭയങ്കര സ്പ്രെഡ്. നമ്മൾ ന്യൂ ഇയറിന് കഴിച്ചില്ലേ സ്പ്രെഡ്, ഏകദേശം ആ ക്വാളിറ്റി. അപ്പൊ വേഗം പൂളിൽ പോയിട്ട് ഒന്ന് വിശന്നിട്ട് വരാം. അപ്പൊ കോഫി കുടിച്ചിരിക്കും. കണ്ടെന്തോ മ്യൂസിയം പോലെ ഇല്ല ഗൈസ്, ഇതിൻ്റെ അകത്താണ് ഹീറ്റഡ് പൂൾ ഉള്ളത്. ദേ ആർ ഹീറ്റഡ് പൂൾ വിച്ച് ഇസ് ലൈക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അതിൻ്റെ അകത്ത് കിടക്കാം, അത്രയും സുഖമാണ്. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 9 മണി വരെയാണ്. സച്ച എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് പാലസ് തന്നെ പറയാം ഈ ഒരു സ്ഥലം. ഓക്കെ, ദിസ് ദ ഹീറ്റഡ് പൂൾ. ചൂട് വെള്ളമാണ് ആൻഡ് ജക്കൂസി ഉണ്ട്. ഓ ഏരിയ ഉണ്ട് ഗൈസ്, ഇതൊരു ഹീറ്റഡ് പൂളാണ്. ബ്യൂട്ടിഫുൾ ഹീറ്റഡ് പൂൾ വിത്ത് ബാസ്കറ്റ് ബോളും അങ്ങനെ കളിക്കാനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. ഇതിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഇത് തണുപ്പാണോ എന്ന് എനിക്കറിയില്ല, ചൂടാണോ എന്ന് അറിയില്ല. ഇത് ചെറിയൊരു പൂൾ. അപ്പോൾ ഇത് ചൂടാണോ തണുപ്പാണോ എന്ന് നോക്ക്, തൊട്ട് നോക്ക്. ചൂടാണോ തണുപ്പാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നല്ല ചൂടാട്ടാ, നല്ല വോം വാട്ടറാ. ബൈ. മിങ് അറിയാമെങ്കിൽ ഞാനിപ്പം പൂളിൽ നമ്മൾ ആർമാദിച്ചാന് ഇതൊന്നും വെള്ളത്തിലും ചാടില്ല. എനിക്ക് ഭാര്യയുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ ആസ്വദിക്കാനുള്ള യോഗം ഇല്ല എനിക്ക്. അത് വേണ്ട, ഞാൻ പറഞ്ഞതാ ബിക്കിനി കൊണ്ടുവരാൻ. ഇത് ശരിക്കും എൻജോയ് ചെയ്ത് ആസ്വദിച്ച്. എന്താ പ്രിയക്ക് വിശപ്പ് ഇല്ലേ? എനിക്ക് പറഞ്ഞു എനിക്ക് ഭയങ്കര വിശപ്പാ, എനിക്ക് മറ്റേ ഫുഡ് വേണം, ഡിസേർട്ട് വേണം, ഡ്രിങ്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ബുഫേ എടുത്തത്. ഈ വെളിയിൽ പോകുമ്പോൾ എന്തായിരിക്കും, എപ്പോഴും വെളിയിൽ പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഇതാ. മഴയായിരിക്കും, മിസ്റ്റ് ആയിരിക്കും, അതോ ഒന്നും കാണില്ലേന്ന്. ഇത് വിയറ്റ്നാമാണ്, അതാ ആലോചിക്കണം. ഇറങ്ങ് പോ. പോ ഇറങ്ങ്. നോക്കിത് മിസ്റ്റ്, തണുപ്പ്, മഴ. പ്രിയ ഇതൊക്കെ പയ്യെ ആസ്വദിച്ച് നടക്കണേ. ലണ്ടന്റെ യൂറോപ്പിന്റെ ഒക്കെ ഒരു സ്ട്രീറ്റിൽ കൂടെ തണുപ്പത്ത്, അവിടെ എപ്പോഴും ഒരു ഗ്രേ വെതർ ആണല്ലോ, ആ ഒരു ഫീലിംഗും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇത് ശരിക്കും യൂറോപ്പ് ഫീലിംഗ് കൊടുക്കുന്നത്. വഴി അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് പോവാ. ഹൗ ബ്യൂട്ടിഫുള്ളി ഡൺ. ശരിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ നമ്മുടെ മൂന്നാറിലും ഒരു ഏരിയ ഇങ്ങനെയൊക്കെ ആക്കാം. പക്ഷെ നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. ടൂറിസ്റ്റ് വരും എന്നുള്ള ഉറപ്പാണ്, കാരണം ഇഷ്ടംമാതിരി ആൾക്കാർ മൂന്നാറൊക്കെ പോകുന്നല്ലേ, പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷെ ഈ ഒരു ലെവൽ സാധനം വരണം നമ്മുടെ നാട്ടില്. ഹോട്ടലൊന്നും കാണാമേ. ഇത് ഈ കണ്ണാടിയിലെ മിസ്റ്റ് ഒന്നും അല്ലാട്ടോ, അത് നോക്കിയോ, തുടച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ ക്യാമറ ഒക്കെ തുടച്ചു, എന്നിട്ടും ഇതാണ് ഇവിടുത്തെ വെതർ. ഹോട്ടൽ നോക്ക്, ഇതാ ഹോട്ടല്, നേരെ നോക്ക്. ആ അതേ പറഞ്ഞ നോക്ക്, അങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ടാണ് ഐസ്ലൻഡിൽ പോവാൻ, ദില്ലു ഫിൻലൻഡിൽ പോവാൻ, മറ്റെന്താ സാൻഡാസ് വില്ലേജ് കാണാം, നോർത്തേൺ ലൈറ്റ്സ് കാണാം. ഏത് ഡ്രസ് ഇട്ടാലും ബ്രേക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോവും, ഞാൻ പോയതിന് മുമ്പേ കാണും. ഞാൻ അടുത്ത വർഷം പോവാ, ഈ വർഷം സോറി. ഞാൻ ഇപ്പോൾ ഫുഡിന്റെ സ്പ്രെഡ് ഒന്ന് ഓടിച്ച് കാണിക്കാവേ. സോ ഏകദേശം ഒരു 2500-3000 റുപ്പീസാണ് വരുന്നത്. കുറേ യുണീക്ക് ആയിട്ടുള്ള ഐറ്റം ഉണ്ട്. ഇത് സെയിൽ ഫിഷ്, കട്ടിൽ ഫിഷ്, ക്ലാംസ്, ഇത് ഗ്രിൽ ചിക്കൻ വിത്ത് ലൈം ലീവ്സ്, കുറച്ച് വെജിറ്റബിൾസ്. യു ഹാവ് അറൌണ്ട് 2 to 3 ടൈപ്സ് ഓഫ് പിസ്സാസ്. ഗ്രിൽഡ് ബീഫ് ഉണ്ട് ഇവിടെ, ഗ്രിൽഡ് ബീഫ്. ആൻഡ് ദെൻ യു ഹാവ് ദീസ് പംകിൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പംകിൻ ഉണ്ട്. ആൻഡ് ദെൻ കുറച്ച് റാറ്ററ്റൂയി എന്ന് പറയുന്ന സാധനമുണ്ട്. ക്ലാംസ് ഉണ്ട്, ക്ലാം സൂപ്പ്, മാഷ് പൊട്ടേറ്റോ. ആൻഡ് ദെൻ ഇവിടെ ഒരു പാസ്ത. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പ്രിയ, ഡക്ക് ഇൻ ഓറഞ്ച് സോസ്. ഡക്ക് ഇൻ ഓറഞ്ച് സോസ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അവരുടെ ഒരു ട്രഡീഷണൽ ബൺഷാവ് ഉണ്ട്, കുറച്ച് പോറേജ്, കുറച്ച് സാലഡ്സ് ആണ്. പല ടൈപ്സ് ഓഫ് സാലഡ്സ് ഉണ്ട് വിത്ത് സം സ്പ്രിംഗ് റോൾസ്. ആൻഡ് ഇത് ഇവരുടെ വിയറ്റ്നാമീസ് പാൻ കേക്ക്, ഗ്രിൽഡ്
പോക്ക് കേക്ക് ഉണ്ട്. ഇത് തീരുന്നില്ലല്ലോ. ആ, പ്രിയയുടെ പപ്പടം ഉണ്ട് ഇവിടെ. പിന്നെ അതിന് പറ്റിയ സോസ്, വെറും ചോറ്, പ്ലെയിൻ റൈസ്, ഇത് ഫ്രൈഡ് റൈസ്, ഇത് കൊറിയൻ പോർക്ക്, ഇത് വെർമിസലി നൂഡിൽസ്, പിന്നെ ഇത് മഷ്റൂംസ്. കഴിഞ്ഞിട്ടില്ല, ഇത് ചിക്കൻ കറി, തായ് ഗ്രീൻ കറി. പ്രിയ, തായ് ഗ്രീൻ കറി വിത്ത് റൈസ്. വാ, പിന്നെ സൂപ്പ്. പിന്നെ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ സാലഡ്സും ഗ്രിൽ ലോബ്സ്റ്റർ പ്രോൺസ് ഒക്കെയാണ്. പിന്നെ അത് പാസ്തയുടെ വീല് നോക്ക്, പാസ്ത വീല്, ചീസ് അത്. ആ, പിന്നെ അത് കോണ്, കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ്. പറയാൻ ഓടിപ്പിടിച്ച് വരാൻ പറഞ്ഞു. ഇപ്പൊ 7:30 പിന്നെ ഫ്രൂട്ട്സ്, ബൺസ് ആൻഡ് ദെൻ നമ്മുടെ ഡിസേർട്ട് പാർട്ട് കാണിച്ചു തരാവേ. പ്രിയക്ക് ഇത് ഭയങ്കര ഇഷ്ടം. ഇവരുടെ എന്തോ ലോക്കൽ കേക്ക്, തീരാമിസു, പാന്താൻ കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക് ആൻഡ് ദെൻ മാച്ച കേക്ക്, മാംഗോ, ചീസ് കേക്ക്, വെള്ളമുണ്ട്, പാലുണ്ട്, ഡീടോക്സ് വാട്ടർ ഉണ്ട്, സോർ സൂപ്പ് ജ്യൂസ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഹ്യൂജ് സ്പ്രെഡ് വിത്ത് സം ഐസ്ക്രീം ഇൻ ദി എൻഡ് ആൻഡ് ലൈവ് മ്യൂസിക്. അടിപൊളിയല്ലേ? 2500 ഇസ് ഓക്കെ, വലിയ കുഴപ്പമില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് സം അമേസിങ് ലോബ്സ്റ്റർ കഴിക്കാത്ത ഞാൻ ഈ വർഷം 2 ലോബ്സ്റ്റർ കഴിക്കുന്നത്. അതാണ് യോഗം. വർഷം ഫുൾ ലോബ്സ്റ്റർ ആയിരിക്കും. ആൻഡ് ഞങ്ങൾക്ക് വിൻഡോ സൈഡും കിട്ടിയേട്ടാ. ആവട്ടെ, അതിൻ്റെ ഒരു ഭാഗ്യം വേണം. ആൻഡ് ദെൻ ഞങ്ങൾ ഈ വിൻഡോ സൈഡ് തന്നെ എടുത്ത ദിവസം നല്ല മഴയും മിസ്റ്റും ലൈറ്റ്സും ഒക്കെ കണ്ടുകൊണ്ട് ഡിന്നർ കഴിക്കാം. സോ സം അമേസിംഗ് ലോബ്സ്റ്റർ ആൻഡ് പാന ഹിൽസ്. വാട്ട് എ പ്ലേസ്. ഹോട്ട് ലോബ്സ്റ്റർ മീറ്റ്. ഇത് വെറും ബട്ടർ ആൻഡ് ചീസ് വെച്ച് ഗ്രില്ല് ചെയ്തില്ല. ഇറ്റ്സ് ജസ്റ്റ് സ്വീറ്റ്. അത്രേ വേണ്ടുള്ളൂ. എന്തോരം മീറ്റ് അല്ലേ. അടുത്തത് നമ്മുടെ ബീഫ് സ്റ്റേക്ക്. ലുക്ക് അറ്റ് ദറ്റ് ഗോർജിയസ് പീസ് ഓഫ് മീറ്റ്. സോ ആ പൈസയ്ക്ക് വേർത്താണ് കേട്ടോ ഇത്. ഓ യാ, ബീഫ് ഇസാ ബീഫ്. അതിലാണ് ഇരിക്കുന്നത്. ഓ, സോസ് ഒരു റെഡ് വൈൻ റെഡ്യൂസ് ചെയ്ത സോസാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ പംകിൻ പ്യൂരി. അതാ പ്ലേറ്റോടെ എടുക്കണം. സിലി ഗേൾ ഇരുന്ന് കഴിക്കുന്നു. ആ ബീഫ് മാത്രം എടുത്തോണ്ട് വന്നത്. എന്നിട്ട് ടേസ്റ്റ് പോരാ. ഇനി ഇവരുടെ ഡക്ക് ഇൻ ഓറഞ്ച് സോസ് ആണ്. സം എക്സ്ക്ലൂസീവ് മീറ്റ് ഉണ്ട് അവർക്ക് ഇവിടെ കേട്ടോ. എൻ്റെ തന്നെ ബീഫ് ഓൾമോസ്റ്റ് ഒരു പ്ലം സോസിൻ്റെ ഒക്കെ ഫ്ലേവറാണ്. പക്ഷേ ആ ഓറഞ്ചിൻ്റെ ഒരു ടാങ്കിനെസ്സും ബിറ്റർനെസ്സും കൂടെ വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് സ്വീറ്റ്. ഡക്ക് ഇസ് അമേസിങ്. ഡക്ക് എടുത്തോ? ഞാൻ പ്രിയയ്ക്ക് എടുത്തോണ്ട് വന്നാണ്. അപ്പം പ്രിയയ്ക്ക് വേറെ എന്തെങ്കിലും വേണം. അതാണ് ഞാൻ പറഞ്ഞ, പ്രിയനെ വെച്ചൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നോക്കിക്കോ ഇത് വേണം എന്നും പറയും. ആദ്യമേ വേണ്ടെന്ന് പറയും. ഒന്നുമല്ല, ഇപ്പൊ കഴിക്കില്ലെങ്കിൽ ഞാൻ കഴിക്കാൻ വെയിറ്റ് ചെയ്യാം. പ്രിയനോട് ഞാൻ ഗസ് ചെയ്യാൻ പറയുന്നില്ല. കാരണം പ്രിയ ആദ്യത്തെ ഗസ് കറക്റ്റായി പറഞ്ഞു. ഫസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്. ഭാഗ്യം ഞാൻ പക്ഷെ ഭാഗ്യം ഞാൻ ബെറ്റ് വെക്കാത്ത, അല്ലെങ്കിൽ എല്ലാത്തും ഞാൻ ബെറ്റ് വെക്കുന്ന ഭാഗ്യം. ഞാൻ പറഞ്ഞില്ല, ഈ വർഷം പ്രിയയുടെ കയ്യിൽ നിന്ന് പോവും, എനിക്ക് വരും. പ്രിയ തരും, ഞാൻ വാങ്ങും. കഴിക്ക്. കണ്ട, ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടോണ്ട് ഒട്ടും പറ്റില്ല. അതെ, അത് ഏറ്റവും വിയർഡസ്റ്റ് തിങ്. ഞാൻ രാത്രി ഇപ്പം ഫുഡൊക്കെ അടിപൊളി കേട്ടോ. ബുഫേ എടുത്താലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം റോങ് ഇൻഫർമേഷൻ തന്നു. റെസ്റ്റോറൻറ്റ് അകത്തല്ല, ഈ വെളിയിലൊക്കെ ഫുഡ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നു 9 മണി വരെ എന്തായാലും ഒരുവിധം വെളിയിൽ നിന്നും ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. സോറി, ഇത് പെട്ടെന്ന് കഴിക്കണം. ഇത് കണ്ട, ഇത് ഹാർഡായി പോയി, ഭയങ്കര ഹാർഡായി പോയി. ആ മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങളും ചെയ്യരുത്.
സംസാരിച്ചിരിക്കരുത്, വീഡിയോ എടുക്കാൻ നിൽക്കരുത്, ചോക്ലേറ്റ് മുക്കി അപ്പം കഴിക്കാം. എന്തായാലും വെളിയിൽ പോയി കാണിക്കാം. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടയ്ക്കും, പക്ഷെ രാത്രി വെളിയിൽ നിന്ന് കാണിക്കാം, റൂമിലുള്ള വ്യൂവും കാണിക്കാം. കൂടെ പുക വരുന്ന കണ്ട തണുപ്പ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ബാ പോവാ, ബാ വെളിയിൽ നടക്കാൻ ബാന ഹിൽസിൽ വന്നിട്ട്. ആ വെരി ബാഡ്, ലോ വൈബ്. ഒന്ന് വെളിയിൽ പോട്ടെ കേട്ടാ, എന്താ സംഭവം എന്നൊന്നും അറിയട്ടെ. ഓ ഇതൊരു ഫീല് തന്നെയാണ്, പക്ഷെ മഴയുണ്ട്, അല്ലെങ്കിൽ വെളിയിൽ പോയാനെ. എന്തായാലും ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഒന്നും കൂടെ ഒന്ന് രാത്രി കാണിച്ചു തരാം. തണുപ്പ് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇറ്റ് ഇസ് ഡ്രിസിലിംഗ്. സോ ഇതിൽ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. എടാ മോന് പനി വരും. പോ എന്നാ പോ, അത് പോ. പ്രിയ ജപിക്കാനും ഒരു മൂലയിലാവാൻ സമയമേ, ഇനി ഞങ്ങളുടെ കാലോ. ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ടാ പോയത്. ഓഫ് ചെയ്യട്ടെ. ഇനി ഞങ്ങളുടെ കാലോ. ഒതുങ്ങി ഒരു മൂലയിൽ ജപിക്കുക. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും. എന്നിട്ട് വൈകുന്നേരം ആടെ വിളിച്ച് കാലൊക്കെ തെരുവിച്ച് തരും. ഞാനും വേദം അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഇതേ ഞാൻ വ്യൂവും കൂടെ കാണിച്ചു തരാം. ഇതാണ് ദ ബ്യൂട്ടിഫുൾ വ്യൂ, ഈ റൂമിന്റെ ഹൈലൈറ്റ്. ഇതേ എന്തൊരു രസമാണ് നോക്കിക്കേ ഗൈസ്. ഇറ്റ്സ് റെയിനിങ്, ഇറ്റ്സ് കോൾഡ്, റൂം ഇസ് വാം, കോസി, ആൻഡ് ദെൻ യു ഹാവ് ആൻ ഓസം സൺ, എ ബ്യൂട്ടിഫുൾ വൈഫ്. ഇതൊക്കെ പോരെ ഒരാൾക്ക് ആസ്വദിക്കാൻ. ഇപ്പൊ വ്ളോഗ് വെച്ചിട്ട് വേണം. പ്രിയ പ്രിയ പറഞ്ഞാൽ എനിക്ക് രാത്രി വെളിയിൽ പോകാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഇതാണ് സ്വഭാവം. And we have a handsome dad. ഓക്കെ, ആ ഒരു ഹാപ്പി നോട്ടില് നമുക്ക് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ ഗൈസ്, സോ നിങ്ങൾക്ക് ഇവിടുത്തെ ഹോട്ടലിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് ഇസ് 100% വർത്ത് കമ്മിങ് ആൻഡ് സ്റ്റേയിങ് ഹിയർ. ഒരു ദിവസം കൊണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഇവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മറ്റേ കൈയിലേക്കൊന്നും പോയില്ല. ഗോൾഡൻ ബ്രിഡ്ജോ, ഗോൾഡൻ ഹാൻഡോ, ആൽപൈൻ കോസ്റ്റ്, പല കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ഡേയിൽ വന്നിട്ട്. സോ ദാറ്റ്സ് വൈ ഐ റെക്കമെൻഡ് അറ്റ്ലീസ്റ്റ് സ്റ്റേ ഫോർ 2 nights, അറ്റ്ലീസ്റ്റ് സ്റ്റേ ഫോർ 1 night. എന്നിട്ട് എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 nights ഉണ്ട്. സോ നാളെ ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ 100% കമൻറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് ഡനാങ്ങിലോ വിയറ്റ്നാമിലോ വരാം കേട്ടോ. സോ എന്തായാലും നാളെ നമുക്ക് ബാക്കിയുള്ള വ്ളോഗ്സ് ഒക്കെ കാണാം, ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം. ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ബി അവർ ലാസ്റ്റ് വ്ളോഗ് ഫ്രം വിയറ്റ്നാം. So it's been a memorable trip and thank you for spending a valuable time and watching this vlog with us. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ stay healthy. Stay healthy. Goodbye. Bye. Stay happy. അതൊക്കെ പറഞ്ഞു. Stay happy ആവുന്നത്. ഹെൽത്തിയോ? Happy. ഹാപ്പി അല്ല ഹാപ്പി. Happy. Bye. Bye.